PCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നല്ലേ, അതായത് അദ്ദേഹം വനമന്ത്രിയായിരുന്ന സമയത്തും അവരുടെ ഭരണകാലത്തും ഇതുപോലെ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ നോക്കി, ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചു നോക്കി. പക്ഷേ മൃഗങ്ങളെ തളയ്ക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തടയാൻ കഴിഞ്ഞില്ല. അതോടെ ആ പരിപാടിയെ അവസാനിപ്പിച്ചു പോയി എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ആ കാലം മുതൽ UDFന്റെ കാലം മുതൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളാണ് ഇപ്പോഴും തുടരുന്നത് എന്ന ഒരു കെ സുധാകരൻ ഈ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ സർക്കാർ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകുന്നില്ല. വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പേരിൽ രാഷ്ട്രീയം പറയുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത്, ഞങ്ങൾ ഭരിച്ചിരുന്നപ്പോഴും വന്യമൃഗ ശല്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറെയൊക്കെ നോക്കി, പിന്നെ നടക്കാത്തപ്പോൾ ആ പരിപാടിയെ ഇട്ടിട്ട് പോയി. പരിപാടി തന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു പരാമർശം എത്ര ലാഘവത്തോടെയാണ് അപ്പോൾ അദ്ദേഹം ചീഫായിരിക്കുന്ന കോൺഗ്രസ് ആണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്നാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് M സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, അതായത് ഞങ്ങളുടെ ഭരണകാലത്തും ഈ വന്യജീവി ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറെ അതിനെ തടയാൻ നോക്കി, പക്ഷെ നടന്നില്ല, പിന്നെ ഞങ്ങൾ അതങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് കെ സുധാകരൻ, KPCCയുടെ അധ്യക്ഷൻ. ഒരു കാര്യം ഓർക്കണം, ഇതേ കോൺഗ്രസ് പാർട്ടി, കെ സുധാകരൻ നയിക്കുന്ന ഇതേ കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞ് മറുവശത്ത് നിൽക്കുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകമെന്ന് പറയുന്നത്. മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കെ സുധാകരൻ ഈ ഒരു പ്രസംഗം നടത്തിയത് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഇന്ന് VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മലയോര ജാഥയുടെ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ടാണ് കെ സുധാകരൻ ഈ പ്രസംഗം നടത്തിയത്. അതായത് UDFന്റെ കാലത്ത് ഉള്ള അതേ ദുരന്തമാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഞാൻ 6 വർഷം വനം മന്ത്രിയായിരുന്നിട്ടുണ്ട്. ആ വനം മന്ത്രിയായിരുന്നപ്പോൾ ഇതേ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു. അന്ന് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടയുന്നതിനായി ആദ്യം ഫെൻസിംഗ് സ്ഥാപിച്ചു. അത് ആദ്യം തുടക്കത്തിൽ കാട്ടാനെ ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അത് തകർത്ത് നാട്ടിലിറങ്ങാൻ തുടങ്ങി. പിന്നീട് മതിൽ സ്ഥാപിച്ചു, മതിലും തകർത്ത് കാട്ടാന നാട്ടിലിറങ്ങി. പിന്നീട് ട്രെഞ്ച് സ്ഥാപിച്ചു, അതും മറികടന്നുകൊണ്ട് കാട്ടാന നാട്ടിലിറങ്ങി. അങ്ങനെ ഞങ്ങൾ ആ പണി നിർത്തി എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അന്ന് ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ച അതേ ദുരന്തമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി. അതായത് സംസ്ഥാന സർക്കാർ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നില്ല, തടയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് VD സതീശന്റെ ഈ ജാഥ ഇന്ന് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. ആ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ഞങ്ങളുടെ കാലത്തുണ്ടായ അതേ ദുരന്തമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്, UDFനും അന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് സന്തോഷ്, അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല, അവസാനം ഞങ്ങൾ ആ പണിയെ ഇട്ടിട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വന്യജീവി ആക്രമണത്തിന് അത് ഭരണകാലം ഏതാണെന്നുള്ള ഇത് വേർതിരിവൊന്നുമില്ല. കാരണം വന്യജീവികൾ പലപ്പോഴും നാട്ടിലിറങ്ങാറുണ്ട്, അത് വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിനെ തടയാനുള്ള നടപടികൾ ഒരു സർക്കാർ വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ LDF സർക്കാരിന്റെ കാലത്ത് കാണാൻ കഴിഞ്ഞത്. പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ രാഷ്ട്രീയം കലർത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴാണ് അതേ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷന്റെ തന്നെ ഈ കൗതുകകരമായ പരാമർശം വന്നിരിക്കുന്നത്. തീർച്ചയായും സുധാകരന്റെ വളരെ ഒരു സത്യസന്ധമായ പ്രസ്താവനയായി വേണം കരുതാൻ. കാരണം അന്ന് UDFന്റെ കാലത്ത് പല പണിയും നോക്കിയിട്ടും ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ പണി നിർത്തി പോകേണ്ടി വന്നു എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞത്. അതേ പ്രശ്നമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് കെ സുധാകരൻ ഈ മലയോര സമര യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞ കാര്യം മറ്റൊന്ന്, മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലയുറപ്പിച്ച സർക്കാരായിരുന്നു ഞങ്ങളുടേത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു നാട്ടുകാർക്ക് വില കൊടുത്തില്ല, പകരം മൃഗങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. സുധാകരൻ ഏതായാലും ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു VD സതീശന്റെ ജാഥ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. തർക്കങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സന്തോഷം പറഞ്ഞു. തീർച്ചയായും അത് വളരെ ശ്രദ്ധേയമാണ്. ഈ പ്രതികരണം ഉണ്ടായ പരിപാടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരു ഭാഗത്ത് ഈ UDFന്റെ നേതാക്കന്മാർ സതീശന്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ഈ വന്യമൃഗങ്ങൾ ആക്രമണങ്ങൾക്കെതിരായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് ഇന്ന് മലയോരത്ത് നിന്ന് തുടക്കമിടുന്നു. അതേ വേദിയിൽ തന്നെ കെ സുധാകരൻ ഈ സതീശൻ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഞങ്ങളുടെ കാലത്തും, അതായത് UDFന്റെ കാലത്തും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കെ സുധാകരൻ ഈ അധ്യക്ഷ പ്രസംഗം
പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞത്. ഞാൻ അവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, സുധാകരൻ ഈ പ്രസംഗം നടത്തുമ്പോൾ ഈ സദസ്സിലുണ്ടായിരുന്നവർ അടക്കം പറയുന്നുണ്ടായിരുന്നു, ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ സമരയാത്ര എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ആ പ്രസംഗത്തെ ആ രീതിയിലാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു വലിയ വിവാദത്തിന് തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മനു.